വെള്ളപ്പൊക്കത്തിൽ കെട്ടിടങ്ങളൊക്കെ മുങ്ങിപ്പോകുന്ന വാർത്തകൾ നാം കേട്ടിട്ടുണ്ട്. എന്നാൽ അത്തരത്തിൽ ഒരു നഗരം തന്നെ മുങ്ങിപ്പോകുന്നതോ? ഇനി അഥവാ ഒരു നഗരം മുങ്ങിപ്പോയാലും ദിവസങ്ങളോ ആഴ്ചകളോ കഴിഞ്ഞ് പൂർവ്വസ്ഥിതിയിൽ എത്താറുമുണ്ട്. എന്നാൽ ഇതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായി ഇന്നും വെള്ളത്തിനടിയിൽ കിടക്കുന്ന ഒരു കേടുപാട് പോലും ഇല്ലാത്ത ഒരു നഗരമുണ്ട്. എവിടെയെന്നല്ലേ? അങ്ങ് ചൈനയിൽ. അവിടെ ഷിജിങ് നഗരം എന്നൊരു സ്ഥലമുണ്ടായിരുന്നു. സിംഹനഗരം അഥവാ ലയൺ സിറ്റി എന്നായിരുന്നു ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്നത്. ഏകദേശം 1300 വർഷങ്ങൾക്ക് മുൻപ് ഇന്നത്തെ ഷാങ്ഹായിൽ നിന്ന് 400 കിലോമീറ്റർ തെക്ക് സെയ്ചാങ് പ്രവിശ്യയിൽ ടാങ് രാജവംശത്തിന്റെ കാലത്താണ് ഷിജിങ് നഗരം സ്ഥാപിക്കപ്പെട്ടത്. എന്നാൽ 1959 ചൈന ജലവൈദ്യുത പദ്ധതിക്കായി സിനാൻ അണക്കെട്ട് പണിതതിന് പിന്നാലെ പ്രദേശത്ത് വെള്ളപ്പൊക്കം രൂക്ഷമാവുകയും ആ പുരാതന നഗരം വെള്ളത്തിനടിയിലാവുകയും ചെയ്തു. പ്രദേശത്ത് ജീവിച്ചിരുന്ന 3 ലക്ഷത്തോളം ആളുകളെ സർക്കാർ ഒഴിപ്പിച്ചു. ഒരു പദ്ധതിക്ക് വേണ്ടി മനഃപൂർവ്വം വെള്ളപ്പൊക്കമുണ്ടാക്കി മുക്കിക്കളഞ്ഞ ലോകത്തിലെ ഏക പ്രവർത്തനക്ഷമമായ നഗരം എന്ന ബഹുമതിയും അങ്ങനെ ഷിജിങ് നഗരത്തിനെ തേടിയെത്തി. എന്നാൽ 64 വർഷങ്ങൾക്ക് ശേഷം നഗരം വെള്ളത്തിൽ നിന്നും പുനർജനിച്ചു, അതും ഒരു കേടുപാടും കൂടാതെ. 2001 ചൈനീസ് സർക്കാർ മുങ്ങിപ്പോയ ഷിജിങ് നഗരം തേടിയിറങ്ങിയത്. അങ്ങനെ ഇന്നും വെള്ളത്തിനടിയിൽ കിടക്കുന്ന നഗരത്തിലേക്ക് സ്കൂബ ഡൈവേഴ്സ് മുങ്ങിയിറങ്ങി. ആ പുരാതന നഗരം ഇന്ന് 85 അടി മുതൽ ഏകദേശം 131 അടി വരെ ആഴത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. മുകളിൽ അങ്ങിങ്ങായി മരങ്ങൾ തിങ്ങി നിറഞ്ഞ ഏതാനും ദ്വീപുകൾ മാത്രമേ പുറമെ കാണാനുള്ളൂ. എന്നാൽ തടാകത്തിനടിയിൽ 64 വർഷം മുമ്പ് എങ്ങനെയാണോ നഗരം ഉപേക്ഷിക്കപ്പെട്ടത് അതുപോലെ തന്നെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. കാറ്റ്, മഴ, വെയിൽ തുടങ്ങിയ പ്രകൃതി ശക്തികളിൽ നിന്നെല്ലാം തടാകത്തിലെ ശുദ്ധജലം നഗരത്തെ കാത്ത് സംരക്ഷിച്ചു. നിരവധി ചിത്രങ്ങളാണ് ക്വിയാൻഡോ തടാകത്തിന്റെ ഉള്ളിൽ വിശ്രമിക്കുന്ന നഗരത്തിൻ്റെതായി പ്രചരിക്കുന്നത്. പുരാതന നഗരത്തിന് 5 പ്രവേശന കവാടങ്ങൾ ഉണ്ടായിരുന്നു, ഓരോന്നിനും വ്യത്യസ്തമായ ഗോപുരങ്ങൾ. ഒപ്പം ഏതാണ്ട് 265 ഗോപുരങ്ങളും നഗരത്തിൽ ഇന്നും അവശേഷിക്കുന്നു. ഏറെ വാസ്തുവിദ്യാ സവിശേഷതകൾ ഈ നഗരത്തിന് സ്വന്തമാണ്. 16-ാം നൂറ്റാണ്ട് മുതലുള്ള ശില്പങ്ങളെല്ലാം അതുപോലെ തന്നെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. നിലവിൽ വിനോദസഞ്ചാരികൾക്ക് വെള്ളത്തിലേക്കിറങ്ങാൻ അനുമതിയില്ല. എന്നാൽ ആഴമേറിയ ജലാശയങ്ങളിൽ മുങ്ങി പരിശീലനം ലഭിച്ച സ്ക്യൂബ ഡൈവർമാർക്ക് ഈ ജലാന്തർ നഗരത്തിൽ പര്യവേഷണത്തിന് അനുമതിയുണ്ട്.